പുതുവർഷ പുലരി ആശംസകൾ. 2025 കടന്നുപോയി കഴിഞ്ഞു. 2026 ആഗതമായി. സുഖ ദുഃഖ സമ്മിശ്രമായി കൊണ്ട് എല്ലാവർക്കും 2025 കടന്നുപോയി. ഇനി ഒരുപാട് പ്രതീക്ഷകളുടെ ഒരു നല്ല കാലാണ് നമ്മൾ ആ ഒരു 2026 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ പുതുവർഷ പുലരിയിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റിൽ വന്നിട്ടുള്ള തിളക്കമാർന്ന ഡയമണ്ട് നെക്ക് പീസുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കാണണ്ടേ? എല്ലാം ഒരു 2.5 ഗ്രാം മുതലാണ് സ്റ്റാർട്ട് ചെയ്യണത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ചക്ര ടൈപ്പ് പാറ്റേണിലാണ് ചെയിൻ വർക്ക് വന്നിരിക്കുന്നത്. അതിൽ വന്നിട്ടുള്ള ആ ഒരു ചാംസ് ഹോൾഡ് ചെയ്തിട്ടുള്ള പോലെ പല പല പാറ്റേൺസ് ആണ്. ഒരു സമ്മാന പൊതികളുടെ ഗിഫ്റ്റ് ബോക്സുകളുടെ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു മോഡൽ ഉണ്ട്. അതുപോലെ തന്നെ ഹാർട്ട് ഷേപ്പ്, ബട്ടർഫ്ലൈ, അതൊക്കെ ഒരു കോമൺ പീസുകളാണ്. അതിനോട് ഒരുപാട് ആളുകൾക്ക് ഭയങ്കര പ്രിയമാണ്. എന്നാൽ യുണീക്കായിട്ട് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായിട്ട് എനിക്ക് മാത്രമേ അത് അങ്ങനത്തെ ആ ഒരു ഓർണമെന്റ് ഇടണതാണ് എനിക്ക് താല്പര്യം എന്നുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ള യൂണീക്ക് പീസുകളെ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് വർണ്ണാഭമായ കളക്ഷനാണ് ഈ ഒരു പുതുവർഷ പുലരിയിൽ ലിയോസ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഏറ്റവും മേലെ വന്നിരിക്കുന്നത് വേറൊരു യൂണീക്ക് പീസാണ്. നല്ല വെറൈറ്റി ആയിട്ടില്ലേ കാണാനായിട്ട്. ഇതൊക്കെ ഒരു 2.5 ഗ്രാം മുതലാണ് ഇതിൻ്റെയൊക്കെ ആ ഒരു വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യണത്. 2.5, 3, 3.5 അങ്ങനെയുള്ള ഒരു വെയിറ്റിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വന്നിട്ടുള്ളതും ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ വരുന്ന നല്ല ഭംഗിയായിട്ടുള്ള പീസുകളാണ്. അതിൻ്റെയൊക്കെ സ്റ്റെഡുകളും ഒന്ന് നോക്കിയോളൂ കേട്ടോ. ക്ലോസർ ഷോട്ടുകൾ വരുമ്പോൾ എല്ലാവരും നോക്കിയോളൂ, ഒന്നും മിസ്സാക്കിരിക്കോ. ഈ സ്റ്റാർ കളക്ഷൻ ആണെങ്കിലും എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ എന്ന് മാത്രമല്ല ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും സ്റ്റാർ കളക്ഷനൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷൻ തന്നെയാണ്. അടുത്തത് വന്നിരിക്കുന്നത് ഒരു ചന്ദ്രകല പാറ്റേൺ ആണ്. അതിലൊരു റെഡ് കളർ സ്റ്റോൺ വന്ന് അതിന് ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടത് ഒരു ഫ്ലോറൽ പാറ്റേൺ. ഇതും ഒരു യൂണീക്ക് എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇതൊക്കെ നമുക്ക് എല്ലാവരുടെയും പേഴ്സണൽ ചോയ്സുകളാണ്. ഇതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ലിയോസിൽ നല്ല രീതിയിൽ മൂവിങ് ഉള്ളതുമാണ്. ഷേപ്പിൻ്റെ ഒക്കെ ഒരു ഫിനിഷിങ്ങും പെർഫെക്റ്റും ഭംഗിയൊക്കെ കണ്ട അതാണ് ഈ ഡയമണ്ട്സിന്റെ തിൻ നെക്ലസുകളുടെ ഒരു പ്രത്യേകത. വളരെ ചെറിയ ഒരു നെക്ലസിന്റെ ആ ഒരു നൂലുണ്ടല്ലോ, നമ്മളത് കാണും കൂടിയില്ല. ശ്രദ്ധിക്കപ്പെടുന്നത് ആ ഒരു സെന്ററിൽ വന്ന് നിൽക്കുന്ന ആ ഒരു പെൻഡന്റിലാണ്. അതിന്റെ ഭംഗിയാണ് എല്ലാവരും ഹൈലൈറ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു പാഡില് ഫസ്റ്റ് 3 എണ്ണം വന്നിട്ടുള്ളതും യൂണീക്ക് പീസുകളാണ്. നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും. ഫസ്റ്റ് 1 ആണെങ്കിലും സെക്കൻഡ് 1ന്റെ ആ ഒരു പെൻഡന്റ് ഒക്കെ നിൽക്കുന്നത് കണ്ട നല്ല വീതിയായിട്ടുള്ള ഒരു പടി പോലത്തെ ഒരു വർക്കൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. തേർഡ് 1 വന്നിട്ടുള്ളത് കരിമണിക്ക് ഭയങ്കര ആരാധകരാണ്. അപ്പൊ അത് ഡയമണ്ട്സിലുള്ള കരിമണിയും കൂടിയാണെങ്കിൽ ഒന്നും പറയാനില്ല, ഒരു രക്ഷയുമില്ല. ഈ കണ്ണ് കെട്ടാതിരിക്കാനൊക്കെ എല്ലാവരും ഈ കുട്ടികൾക്കൊക്കെ കരിമണിയുടെ പല കളക്ഷനുകളും ചെയ്യാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ പാശി കരിമണി എന്നൊക്കെ പറയുന്നതിന് ഒരുപാട് ആരാധകരുണ്ട്. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് അതൊന്ന് ഔട്ട് ഓഫ് ഫാഷൻ ആയിരുന്നു. എന്നാൽ ഇപ്പൊ അത് വീണ്ടും നല്ല രീതിയിൽ ഈ കരിമണിക്ക് ആരാധകരുണ്ട്. നല്ല പോലെ സെയിലും ലിയോസിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡയമണ്ട്സിന്റെ തിൻ നെക്ലസുകളാണ്. പിന്നെ താഴെ വന്നിരിക്കുമ്പോൾ ഒരു ഫ്ലോറൽ പാറ്റേൺ കൊണ്ട് തന്നെ ഒരു ലവ് ഷേപ്പ് തന്നെയാണ്, ഹാർട്ടിന്റെ ഷേപ്പ് തന്നെ വന്നിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള പീസുകളാണ്. അപ്പൊ ഇനി എല്ലാതും ക്ലോസർ ഷോട്ട് വരുമ്പോൾ ഭംഗിയായിട്ട് നോക്കിയോളൂ കേട്ടോ. അപ്പൊ ചിലപ്പോൾ 2 എണ്ണം ഞാൻ വിട്ടിട്ടുണ്ട്, അതായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുക. അപ്പൊ നോക്കിയോളോ. ഇനി ഒരു പാഡും കൂടിയുണ്ട്. അപ്പൊ എന്തായാലും പുതുവർഷ പുലരിയിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ്, എവിടേക്കാണ് നമ്മുടെ ഗോൾഡ് റേറ്റ് കയറി പോണത്, അപ്പൊ അതിനെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇതുപോലെയുള്ള ലൈറ്റ് വെയിറ്റിന്റെ ഓർണമെന്റ്സ് ആണ്. ഇപ്പോഴത്തെ എല്ലാ കുട്ടികൾക്കും ജെൻസി പിള്ളേരുകൾ എല്ലാവരും വളരെ ലൈറ്റ് വെയിറ്റിൽ നിന്നുകൊണ്ടുള്ള ഓർണമെന്റ്സ് ആണ് സജസ്റ്റ് ചെയ്യണത്. പഠിക്കാൻ പോവുകയാണെങ്കിലും വർക്കിന് പോകുന്നവരാണെങ്കിലും ഏതൊരു ടൈപ്പ് ഓഫ് ആളുകളാണെങ്കിലും ഇപ്പൊ ഇതുപോലെയുള്ള ഓർണമെന്റ്സ് ആണ് അവരുടെയൊക്കെ ഒരു താല്പര്യം. പ്രത്യേകിച്ച് റോസ് ഗോൾഡ് കോമ്പിനേഷനും അതും കൂടി മയിലെ ഹൈലൈറ്റ് ആണ്. ഇതിൽ വന്നിട്ടുള്ളതും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഭംഗിയായിട്ടുള്ള കളർ സ്റ്റോണുകൾ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഡയമണ്ട്സിന്റെ നെക്ക് പീസുകളാണ്. ഫസ്റ്റ് 1 വന്നിരിക്കുന്നത് ഒരു ഡയമണ്ട് ഷേപ്പാണ്. സെക്കൻഡ് 1 ഫ്ലോറൽ ആണ്. തേർഡ് 1 വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഡിസൈൻ ആണ്. അതുപോലെ തന്നെയാണ് ഓരോ പാറ്റേൺസും. ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബാർബി ഡോൾ ടൈപ്പാണ്. നന്നായിട്ടില്ലേ, ക്യൂട്ടായിട്ടില്ലേ. ഇത് ആ ഒരു നമ്മുടെ വെയർ ചെയ്ത് നമ്മൾ അണിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ മറ്റുള്ളവര് നമ്മളെ ആ ഒരു അഭിപ്രായം പറയില്ലേ, അതിലാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുക. അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻ പുതുവർഷമായിട്ട് ലിയോസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ലിയോസിൽ വരിക. ലിയോസിലുള്ള കളക്ഷൻസ് ഒക്കെ വന്ന് അണിഞ്ഞു നോക്കുക, പർച്ചേസ് ചെയ്യുക. ഏവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ.